ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും വീണ്ടും സെയിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പുതിന ചായ ഉണ്ടാക്കുന്നതും അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ നല്ല ചൂട് കൂടി വരികയാണല്ലോ. ഈ ചൂട് സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് ജലദോഷം, തൊണ്ടവീക്കം, ഇങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ദഹന സംബന്ധമായ ഒരുപാട് അസുഖങ്ങൾ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ അസുഖങ്ങളിൽ നിന്നും നമുക്ക് വിട്ടു നിൽക്കാം. അപ്പോൾ അതിന് പറ്റിയ ഒരു മരുന്നാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. പുതിനയുടെ തൂമ്പ് പൊട്ടിച്ച് എടുത്തിട്ട് പുതിന കൊണ്ട് നമുക്കൊരു ചായ ഉണ്ടാക്കാം. ഇത് ദഹന സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും, ഗ്യാസ്, അതുപോലെ തന്നെ തൊലിയുടെ പുറത്ത് പൊന്തുന്ന ഓരോ അസുഖങ്ങൾക്കും, മുടി വലുതാകുന്നതിന്, ഇങ്ങനെ ഭംഗിക്ക്, സൗന്ദര്യം കൂട്ടാനും ഇത് നല്ലൊരു ചായയാണ്. ഇങ്ങനെ ഒരുപാട് ഗുണമേന്മയുള്ള ഈ ചായ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. പുതിനയുടെ ഇല നന്നായി ഇതുപോലെ നല്ല ഹെൽത്തി ആയ ഇലയാണിത്. ഇങ്ങനെ നട്ട് ചട്ടിയിൽ വളർത്തിയ നല്ല ഉഷാറായിട്ട് പുതിന നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പുതിനയുടെ ഇല വെള്ളത്തിലിട്ട് നന്നായി കഴുകിയെടുക്കുക. ഒരുപാടൊന്നും അരുതേണ്ട ആവശ്യമില്ല, സിമ്പിളായിട്ട് അതൊന്ന് കഴുകിയെടുത്താൽ മതി. നിത്യജീവിതത്തിൽ പുതിന, തുളസി എന്നിവയൊക്കെ യൂസ് ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പം നമുക്ക് മുന്നിലുള്ളത്. ഒരുപാട് ഇൻഫെക്ഷനും ഒരുപാട് വൈറസ്, അങ്ങനത്തെ ഒരുപാട് രോഗങ്ങൾ നമുക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പുതിന തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇലയുടെ പച്ച കളറ് മൊത്തമായി വെള്ളത്തിലേക്ക് വരുന്നത് വരെ നമ്മൾ തിളപ്പിക്കുക. ഒരു ലൈറ്റ് യെല്ലോ കളറായിട്ട് നമുക്ക് കിട്ടുന്നത് വരെ ഇത് തിളപ്പിച്ചെടുക്കണം. നമുക്ക് ത്വക്ക് രോഗങ്ങൾ വരുന്നതിന് കാരണം ദഹന സംബന്ധമായ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പുതിനയുടെ ഇലയിട്ട വെള്ളം കുടിച്ചാൽ നമുക്ക് ദഹനം പെട്ടെന്ന് നടക്കും. അപ്പോൾ നമ്മുടെ ത്വക്ക് രോഗങ്ങളൊക്കെ നമുക്ക് സുഖമാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനും നല്ലൊരു മരുന്നാണ് പുതിന. അപ്പോൾ നന്നായി തിളച്ച് ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര വേണമെന്നുള്ളവർക്ക് ഇതിൽ അല്പം പഞ്ചസാര ചേർത്ത് കഴിക്കാം. ഷുഗർ ഉള്ളവർ പഞ്ചസാര ചേർത്ത് കഴിക്കണ്ട. അങ്ങനെ നമ്മുടെ പുതിന ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഓരോ ചട്ടി പുതിന വളർത്താൻ ശ്രമിക്കുക. നമ്മളെ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിവുള്ള ചെടികളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. പുതിന നട്ട് വളർത്താൻ അങ്ങാടിയിൽ നിന്ന് കൊണ്ടുവരുന്ന പുതിന നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്ന ഭാഗം നമുക്ക് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുക. 2 ദിവസം കൊണ്ട് അതിന് വേര് വരും. ആ പുതിന എടുത്ത് നമുക്ക് നട്ടാൽ തന്നെ ഒരുപാട് പുതിന തൈകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ അറിവ് നിങ്ങൾക്കൊരു ഉപകാരമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ പോസ്റ്റ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണുന്നത് വരെ താങ്ക് യു.